കലാരഞ്ജിനി 1980 ഹിറ്റ് മേക്കർ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത സ്വന്തം എന്ന പദം എന്ന ചിത്രത്തിലൂടെയായിരുന്നു കൽപ്പന ഉർവശി താരനക്ഷത്രങ്ങളുടെ മൂത്ത സഹോദരി കലാരഞ്ജിനി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കലാരഞ്ജിനി 80കളിലെ തിരക്കുള്ള നായികയായി മാറി. മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും പേരെടുത്തു. തമിഴിൽ ശിവാജി ഗണേശന്റെയും തെലുങ്കിൽ ND രാമറാവുവിന്റെയും മകൻ ബാലകൃഷ്ണയുടെയും നായിക പദവി അലങ്കരിച്ചു. തെലുങ്കിൽ കലാരഞ്ജിനി എന്ന പേരിൽ ഇറങ്ങി സൂപ്പർ ഹിറ്റായ ചിത്രത്തിലെ നായികയും കലാരഞ്ജിനി തന്നെയായിരുന്നു. 35 വർഷത്തിനുള്ളിൽ 300 ചിത്രങ്ങൾ പൂർത്തീകരിച്ച കലാരഞ്ജിനി വിനോദ് മങ്കർ സംവിധാനം ചെയ്യുന്ന കമ്പോജ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ്. കാവ്യമാധവൻ 1991 കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു കാവ്യമാധവന്റെ സിനിമാ പ്രവേശനം. ബാലതാരമായി തന്നെ 11ഓളം ചിത്രങ്ങൾ പിന്നിട്ട ശേഷം ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായിക നിരയിലേക്ക് ഉയർന്നു. 70 ചിത്രങ്ങൾ പിന്നിട്ട കാവ്യ 3 തമിഴ് ചിത്രങ്ങളിലും വേഷമിട്ടു. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം 2 തവണ നേടിയെടുത്തു. ചലച്ചിത്ര ലോകത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന കാവ്യമാധവൻ ദിലീപിന്റെ ജോഡിയായി പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ്. മീര ജാസ്മിൻ നല്ല സിനിമയുടെ അമരക്കാരൻ ലോഹിതദാസിന്റെ സംഭാവനയായിരുന്നു മീര ജാസ്മിൻ. 2001 ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരനായിരുന്നു മീരയുടെ കന്നി ചിത്രം. സൂപ്പർ ഹിറ്റ് സംവിധായകൻ ലിംഗസ്വാമിയുടെ തമിഴ് ചിത്രമായ റൺ മീര ജാസ്മിന്റെ രണ്ടാമത്തെ ചിത്രമായി മാറി. റണ്ണിന്റെ തകർപ്പൻ വിജയം മീര ജാസ്മിൻ എന്ന അഭിനേത്രിക്ക് തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ പ്രശസ്തി നേടിക്കൊടുത്തു. 61 മുകളിൽ ചിത്രങ്ങളിൽ മീര അഭിനയിച്ചിട്ടുണ്ട്. മികച്ച നായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന പുരസ്കാരവും തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. അഭിനയ ജീവിതത്തിന്റെ 15ാം വർഷത്തിന് നിറവിൽ എഡിറ്റർ ഡോൺ മാങ്സ് സംവിധാനം ചെയ്യുന്ന 10 കൽപ്പനകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ് മീര ജാസ്മിൻ.